നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ കേരള പാഠാവലി 4ാമത്തെ യൂണിറ്റ് പിറന്ന നാടിൻ പെരുമയിൽ. ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. ഉണ്ണികൃഷ്ണൻ പുതൂർ എഴുതിയ അനുഭവങ്ങളുടെ നേർരേഖകൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള കഥയാണ് മുരിങ്ങ മരത്തോപ്പ്. ഇനി നമുക്ക് കഥാകൃത്തിനെ പരിചയപ്പെടാം. ഉണ്ണികൃഷ്ണൻ പുതൂർ മലയാള സാഹിത്യത്തിലെ ഏകാഗിയായ സഞ്ചാരിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പുതൂർ. തൃശ്ശൂർ ജില്ലയിലുള്ള എങ്ങണ്ടിയൂർ ഗ്രാമത്തിൽ ജനനം. അവിടെ നിന്നും ഗുരുവായൂരിലേക്ക് ചേക്കേറിയ അദ്ദേഹം ഗുരുവായൂരിൻ്റെ സ്വന്തം കഥാകാരനായി മാറി. എഴുത്തിലെ കരുത്തും സത്യസന്ധതയുമാണ് ഉണ്ണികൃഷ്ണൻ പുതൂരിനെ വേറിട്ട കഥാകാരനാക്കുന്നത്. പ്രധാന കൃതികൾ കംസൻ, കാഴ്ചകൾക്കപ്പുറം, മൃത്യുയാത്ര, ഗുരുവായൂരപ്പൻ്റെ തുളസിമാല, ബലിക്കല്ല്. ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആത്മവിഭൂതി, നാഴികമണി ജി സ്മാരക അവാർഡ് ലഭിച്ച കൃതിയാണിത്. ഗജരാജൻ, ഗുരുവായൂർ കേശവൻ, അമൃതമഥനം, ആനപ്പക, മനസ്സേ ശാന്തമാകൂ, ധർമ്മചക്രം, ഗുരുവായൂരപ്പൻ്റെ കുന്നിക്കുരുമാല, ജലസമാധി, അനുഭവങ്ങളുടെ നേർരേഖകൾ, നക്ഷത്രക്കുഞ്ഞ്, ഗോപുര വെളിച്ചം, എൻ്റെ 101 കഥകൾ. ഇത് അദ്ദേഹത്തിൻ്റെ പ്രഥമ കഥാസമാഹാരമാണ്. ഈ കൃതിക്ക് പത്മപ്രഭ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഗുരുവായൂർ ദേവസ്വം, ഭക്തപ്രിയ മാസിക എന്നിവയുടെ സ്ഥാപക ഭരണസമിതി അംഗമാണ്. കേരള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി എന്നിവയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2014 അദ്ദേഹം അന്തരിച്ചു. പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പായി നൽകിയിരിക്കുന്ന അനുബന്ധ വാക്യത്തിൻ്റെ ആശയം കൂടി മനസ്സിലാക്കാം. നിറഞ്ഞു കവിഞ്ഞും ഒഴുക്കുകൾ നനയ്ക്കുന്ന നാട്ടിടങ്ങൾ. ദേശവും എഴുത്തും തമ്മിലുള്ള ആത്മബന്ധം സൂക്ഷ്മമായി സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണിത്. അനുഭവങ്ങളുടെ നൈരന്തര്യവും ആർദ്രതയും അത് പരിപോഷിപ്പിക്കുന്ന ഭാവനയും ചിന്തയും കാഴ്ചപ്പാടും എല്ലാം ഈ വാക്കുകളിൽ കാണാം. എഴുത്തിൽ ദേശം പ്രത്യക്ഷമാകുന്നു. കവിതയിൽ സൂചിതമാകുന്നത് പോലെ ഭാഷയിലും പ്രതീകങ്ങളിലും ജീവിതബോധത്തിലും എല്ലാം ദേശം സ്വാഭാവികമായി ഒഴുകിയെത്തുന്നു. ദേശം എഴുത്തിന് വെറും പശ്ചാത്തലമല്ല, അത് എഴുത്തിനെ നിരന്തരം പോഷിപ്പിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒഴുക്കിൻ്റെ ഉറവിടമാണ്. ഭൗതിക അനുഭൂതികൾക്കും അപ്പുറത്ത് ആത്മീയ അനുഭൂതിയായി ദേശം മാറുന്നു. മഴയും ഒഴുക്കുകളും നനയ്ക്കുന്നത് പോലെ ദേശത്തിൻ്റെ ചരിത്രം, പ്രകൃതി, ഭാഷ, സാമൂഹിക ബന്ധങ്ങൾ, മനുഷ്യജീവിതത്തിൻ്റെ ചെറുചലനങ്ങൾ എല്ലാം എഴുത്തുകാരുടെ മനസ്സിനെ പരിപോഷിപ്പിക്കുന്നുണ്ടാവണം. ഇനി കഥ വായിക്കാം. മുരിങ്ങ മരത്തോപ്പ്. പൂത്തുലഞ്ഞു നിൽക്കുന്ന പറങ്കിമാവിൻ തോപ്പുകൾ, പൂഴിമണൽ നിറഞ്ഞ വഴിയോരങ്ങളിൽ കായ്ച്ചു നിൽക്കുന്ന മുരിങ്ങാ മരങ്ങൾ, പച്ചക്കുണുക്കിട്ട് കാറ്റിലാടി ഉലയുന്ന പുന്നമര സുന്ദരികൾ, മണൽപ്പരപ്പിൽ വളർന്നു നിൽക്കുന്ന രാമച്ചക്കാടുകൾ, നാട്ടുമാവുകൾ, പായൽക്കുളങ്ങൾ, കൈത്തോടുകൾ, തോടുകൾക്കിരുപുറവും കരവച്ച പൂക്കൈതകൾ, അറ്റക്കഴകൾ. അതൊരു ദ്വീപായിരുന്നു. 3 ഭാഗത്തും പുഴ, പടിഞ്ഞാറ് കടൽ. ഇടിഞ്ഞു പൊളിഞ്ഞ ടിപ്പു സുൽത്താൻ്റെ പഴയ കോട്ട സമുദ്രത്തിൻ്റെ കയ്യേറ്റത്തിൽ തകർന്നിരിക്കുന്നു. തെല്ലുമാറി സേട്ടിൻ്റെ ബംഗ്ലാവ്. ദേശത്തെ നാടുവാഴിയുടെ കടം വന്ന് ലേലത്തിൽ വച്ച 8 കെട്ട്. പുഴയിലൂടെ കെട്ടുവള്ളങ്ങളും പായത്തോണികളും തെക്കോട്ടൊഴുകിപ്പോകുന്നത് കാണാമായിരുന്നു. മത്സ്യം വാരിക്കൂട്ടുന്നതിനായി മുങ്ങാങ്കുഴിയിടുന്ന ചീനവലകൾക്ക് മുകളിൽ ഉറക്കം നടിച്ചിരിക്കുന്ന പൊന്മകൾ. ധാരാളം വെള്ളക്കൊക്കുകളും പുഴക്കരയിലെ വൃക്ഷങ്ങൾക്ക് മുകളിൽ ചേക്കേറിയിരുന്നു. പിതാവിൻ്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ നരേന്ദ്രൻ്റെ ഉള്ളിൽ പതിഞ്ഞുകിടന്നു. തൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ഊഷ്മള സ്മരണകൾ അവനിൽ നിറഞ്ഞു വിതുമ്പി. നേപ്പാളിയായ നരേന്ദ്രൻ്റെ അമ്മ ഒരു കവയിത്രിയായിരുന്നു. അവന് അച്ഛനെ നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. 23 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു താൻ ജനിച്ചിട്ട്. ഇനിയും അച്ഛനെ നേരിട്ടു കാണാൻ സാധിച്ചിട്ടില്ല. കണ്ടെത്താൻ ശ്രമിക്കുന്നു. അന്വേഷണം തുടരുകയാണ്. നേപ്പാളിയായ ഗൂർഖ വാച്ച്മാൻ നരേന്ദ്രൻ സ്വന്തം നിലനിൽപ്പിനായി യാത്ര തുടങ്ങിയതാണ്. സ്വന്തം ജന്മദേശത്തു നിന്നും ആരംഭിച്ച ആ യാത്രയിൽ പല സ്ഥലങ്ങളും കണ്ടു. നഗരങ്ങളും നാട്ടിൻപുറങ്ങളും. നിരവധി സമ്പന്നന്മാരുടെ ഇരുമ്പു ഗേറ്റുകൾക്ക് മുന്നിൽ പാറാവ് നിന്നു.
ഒട്ടേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. തുടക്കം മനോഹരമായ ഒരു ദേശത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്. അത് കേരളം എന്ന ദേശം തന്നെയാണ്. അറ്റക്കഴകൾ എന്ന വാക്കിൻ്റെ അർത്ഥം വയലിനോട് ചേർന്നിരിക്കുന്ന നീർച്ചാലുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഊഷ്മള സ്മരണ, സ്മരണ എന്നാൽ ഓർമ്മ. വളരെയധികം വൈകാരികമായ ഓർമ്മകളാണ് പിതാവിനെക്കുറിച്ച്, അച്ഛനെക്കുറിച്ച്. നീപ്പാളി എന്നാൽ നേപ്പാൾ സ്വദേശിയാണ് എന്നുള്ള അർത്ഥമാണിതിന്. പാറാവ്, കാവൽ എന്നാണ് അർത്ഥം. ദേശാനുഭവങ്ങൾക്ക് വിവിധ മാനങ്ങളുണ്ട്. ജനിച്ചു വളർന്ന നാട് പോലെ പ്രധാനമാണ് മനുഷ്യനെ പല നിലകളിൽ വൈകാരികമായി ബന്ധിപ്പിക്കുന്ന മറ്റു നാടുകളും. തൊഴിലിൻ്റെ ഭാഗമായി എത്തിപ്പെടുന്ന ദേശം അത്തരത്തിലൊന്നാണ്. പ്രവാസികളുടെ ദേശാനുഭവത്തിന് വ്യത്യസ്തമായ മാനം ലഭിക്കുന്നത് അങ്ങനെയാണ്. മുരിങ്ങാമരത്തോപ്പ് എന്ന കഥയിലെ നരേന്ദ്രൻ എന്ന കഥാപാത്രത്തിൻ്റെ ദേശാനുഭവം വ്യത്യസ്തമായ ഒന്നാണ്. നേപ്പാളിലെ സേട്ടിയ ജില്ലക്കാരിയായ ഉഷാകുമാരി എന്ന യുവതിക്ക് KPS നായർ എന്ന പട്ടാളക്കാരനിൽ ജനിച്ച കുട്ടിയാണ് നരേന്ദ്രൻ. നരേന്ദ്രൻ്റെ അച്ഛൻ്റെ ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. കേരളമാണ് ആ ദേശം. അമ്മയിൽ നിന്നാണ് അവൻ അച്ഛനെക്കുറിച്ചുള്ള ഈ ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പക്ഷേ അച്ഛനെ കാണാനുള്ള ഭാഗ്യം അവന് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ അവന് 23 വയസ്സായി. ഗൂർഖ വാച്ച്മാൻ പണിയാണ് അവൻ ചെയ്യുന്നത്. അച്ഛനെ കണ്ടെത്താനുള്ള യാത്ര തുടരുകയാണ്. പല സ്ഥലങ്ങളും കണ്ടു. നഗരങ്ങളും നാട്ടിൻപുറങ്ങളും അതിലുണ്ട്. പല സമ്പന്നരുടെയും ഇരുമ്പു ഗേറ്റുകൾക്ക് മുമ്പിൽ കാവൽ നിന്നിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ അച്ഛനെ തിരയുകയാണ് നരേന്ദ്രൻ എന്ന ഈ കഥാപാത്രം. എവിടെയും ഇതുവരെ ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. പല കാരണങ്ങളുണ്ട്. മനസ്സ് എപ്പോഴും ഏതോ ഒരു അന്വേഷണത്തിൽ മുഴുകുന്നു. ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്കുള്ള പ്രയാണം അവിസ്മരണീയമാണ്. കേരളത്തിൽ എത്തിപ്പെടുക നരേന്ദ്രൻ്റെ ലക്ഷ്യമായിരുന്നു. കേരളത്തിൽ എവിടെയോ ഒരു ഭാഗത്ത് കിടക്കുന്ന അച്ഛൻ്റെ ജന്മനാട്, ഏതോ ഒരു ദ്വീപ്. ആ ദ്വീപിൽ ചെന്ന് തനിക്ക് ജന്മം നൽകിയവനെ കണ്ടുപിടിക്കണം. എന്നാലേ സ്വസ്ഥത ലഭിക്കൂ. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല മണപ്പുറത്തെ ഒരു ഗ്രാമത്തിലെ പഞ്ചായത്തിൽ താനൊരു ഗൂർഖ വാച്ച്മാനായി നിയോഗിക്കപ്പെടുമെന്ന്. വിധി കാട്ടിത്തന്ന വഴിയാകാം ഒരു വേള തൻ്റെ പെറ്റമ്മയുടെ സന്മനസ്. ചേറ്റുവ മണപ്പുറം, ആ നാമം മാത്രം അവൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ തറച്ചു നിന്നിരുന്നു. അങ്ങനെ ഒരു സ്ഥലം ഈ ഭൂമുഖത്തുണ്ടോ? ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ അമ്മ അത്രയും വിസ്തരിച്ച് ചെകിട്ടിലോതി തരുമായിരുന്നില്ലല്ലോ. അമ്മ ബോധ്യപ്പെടുത്തുകയായിരുന്നു പറയുന്ന കാര്യം പൂർണ്ണമായും വിശ്വസിപ്പിക്കാൻ. തൻ്റെ പിതാവിൻ്റെ ജന്മനാടിൻ്റെ സവിശേഷതകൾ, ആ നാട്ടിൻപുറത്തിൻ്റെ വിശുദ്ധി, ആ മണ്ണിൽ കാണുന്ന എന്തിനും അതിൻ്റേതായൊരു പ്രത്യേകതയുണ്ട് പോലും. അമ്മ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരു നാടിനെ പറ്റി ഇത്രയും വിസ്തരിച്ച് പറയുന്നത് എന്തിന്? നരേന്ദ്രന് ഒന്നിലും വിശ്വാസം തോന്നിയിരുന്നില്ല. അമ്മ എന്തോ കെട്ടുകഥ മെനഞ്ഞുണ്ടാക്കുന്നു. എന്നാൽ അവന് ഒരു കാര്യത്തിൽ അമ്മയോട് അതൃപ്തിയില്ലായിരുന്നു. ഏതോ ഒരു മനുഷ്യൻ എവിടെയോ അവൻ്റെ അച്ഛനായി ജീവിച്ചിരിപ്പുണ്ട്. ഏക തെളിവ് അച്ഛനും അമ്മയും കൂടി ഏതോ ഒരു പൂന്തോട്ടത്തിൽ വെച്ചെടുത്ത ഫോട്ടോ. ആ ഫോട്ടോ മാത്രമാണ് തനിക്കൊരച്ഛനുണ്ടെന്ന സത്യം വെളിപ്പെടുത്തിയത്. ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. ഒരു വേള ഉണ്ടായിരിക്കാം, ചിലപ്പോൾ മണ്ണടിഞ്ഞിട്ടുണ്ടാകാം. രണ്ടായാലും ഫലം ഒന്നു തന്നെ. ഗൂർഖ വാച്ച്മാൻ ജോലി ചെയ്യുന്ന നരേന്ദ്രൻ പല ദേശങ്ങളിലും ഈ പണി ചെയ്തിട്ടുണ്ട്. പക്ഷെ എവിടെയും അദ്ദേഹത്തിന് നിലയുറപ്പിക്കാൻ സാധിച്ചില്ല. കാരണം ഉള്ളിൽ അച്ഛനെ കണ്ടെത്താനുള്ള അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ ഒരിടത്ത് സ്ഥിരമായി നിൽക്കാൻ ഒരിക്കലും അവൻ്റെ മനസ്സ് അനുവദിച്ചില്ല. കേരളത്തിൽ എത്തിപ്പെടണം എന്നുള്ളത് അവൻ്റെ ലക്ഷ്യമായിരുന്നു. കേരളത്തിൽ ഏതോ ഒരു ദ്വീപിലാണ് തൻ്റെ അച്ഛൻ്റെ ജന്മദേശം. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മണപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ ഗൂർഖ വാച്ച്മാനായിട്ട് അയാൾ നിയോഗിക്കപ്പെടുന്നത്, എന്നുവെച്ചാൽ നിയമിക്കപ്പെടുന്നത്. അതൊരു നിയോഗമായിരിക്കാം, അല്ലെങ്കിൽ വിധിയായിരിക്കാം, അല്ലെങ്കിൽ അമ്മയുടെ സന്മനസ്സായിരിക്കാം എന്നാണ് അയാൾ കരുതുന്നത്. അച്ഛൻ്റെ ജന്മനാടിനെക്കുറിച്ച് വളരെ വിസ്തരിച്ചാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. ആ നാട്ടിൻപുറത്തിൻ്റെ വിശുദ്ധി, മണ്ണിൽ കാണുന്ന എന്തിനും അതിൻ്റേതായൊരു പ്രത്യേകതയുണ്ടെന്ന് അമ്മ വളരെ വിസ്തരിച്ച് പറയുന്നു. ഇതിലെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ അമ്മ ഒരിക്കലും ആ നാട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ടും ഇത്രയും വിസ്തരിച്ച് പറയണമെങ്കിൽ അതിലെന്തോ കഴമ്പുണ്ടോ എന്ന് സംശയമുണ്ട് നരേന്ദ്രന്.
ചിലപ്പോഴൊക്കെ തോന്നും ഇത്രയും പ്രത്യേകതകളും വിശുദ്ധിയുമുള്ള ഒരു നാട് അമ്മ മെനഞ്ഞുണ്ടാക്കിയ ഒരു കെട്ടുകഥയാണോ എന്ന് പോലും അവന് തോന്നിയിട്ടുണ്ട്. പിന്നീട് അച്ഛനെക്കുറിച്ചാണ് ഓർക്കുന്നത്. അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരിച്ചുപോയോ എന്നൊന്നും അറിയില്ല. ഏതായാലും രണ്ടായാലും ഫലം ഒന്ന് തന്നെ. അതായത് അവൻ ഒരിക്കലും അച്ഛനെ കാണാൻ സാധിച്ചിട്ടില്ല. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു അച്ഛൻ്റേതായിട്ടുള്ള കർത്തവ്യമൊന്നും ഈ നരേന്ദ്രനോ അവൻ്റെ അമ്മയ്ക്കോ അയാൾ ചെയ്തു കൊടുത്തിട്ടില്ല. നേപ്പാളിലെ സോട്ടിയ ജില്ലക്കാരിയായ അമ്മ പട്ടാളക്കാരനായ പഴനിക്കാട് ശിവശങ്കരൻ നായർ കണ്ടുമുട്ടിയത് തികച്ചും യാദൃശ്ചികമായിരുന്നു. സുബേദാർ KPS നായർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പട്ടാളക്കാരനും നേപ്പാളിലെ ഒരു കുഗ്രാമത്തിൽ ജീവിച്ചിരുന്ന കമ്പിളി ഉടുപ്പുകൾ തുന്നി ഉപജീവനം കഴിച്ചിരുന്ന നേപ്പാളി യുവതി ഉഷാകുമാരിയും തമ്മിൽ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്? നേപ്പാളിലെ ഘാട്ട്മണ്ഡുവിലുള്ള പട്ടാള ബാരക്കിൽ വെച്ചാണോ? അതോ ഏതെങ്കിലും ഉദ്യാനത്തിലോ മലഞ്ചെരുവിലോ ഗ്രാമവീഥിയിലോ? 5 വയസ്സ് മുതൽക്കേ അച്ഛനെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. താൻ ജനിച്ചത് മുതൽക്കേ അമ്മ ദുഃഖിതയാണെന്നറിയാൻ കഴിഞ്ഞു. ഏതോ ഒരു സുഖവാസ കേന്ദ്രത്തിൽ വെച്ചെടുത്ത ആ പഴയ ഫോട്ടോ നരേന്ദ്രൻ ഇടയ്ക്കിടെ എടുത്തു നോക്കാറുണ്ട്. അമ്മ ആഹ്ലാദവതിയായിരുന്നുവെന്ന് ആ ഫോട്ടോയിൽ നിന്ന് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു. അച്ഛൻ ഗൗരവക്കാരനും. എന്നാൽ അച്ഛന് പട്ടാളക്കാരൻ്റെ പതിവ് മീശ ഉണ്ടായിരുന്നില്ല. ക്ലീൻ ഷേവ് ചെയ്ത മുഖത്ത് പൗരുഷം മുറ്റി നിന്നിരുന്നു. പൂച്ച കണ്ണുകൾ, പുരികക്കുടി അന്യോന്യം കൂട്ടിമുട്ടിയിരുന്നു. മൂക്ക് ഉരുണ്ട് കട്ടി കൂടിയിരുന്നു. കട്ടമൂക്കനും നീലക്കണ്ണുള്ളവനുമായിരുന്ന ഒരാചാനബാഹു. അമ്മ ഉയരം കുറഞ്ഞവളായിരുന്നു. അച്ഛനും അമ്മയും കൂടി ഒരുമിച്ചെടുത്തിട്ടുള്ള ഫോട്ടോ നരേന്ദ്രൻ ഒരു നിധി പോലെ സൂക്ഷിച്ചു. പോകുന്നിടത്തൊക്കെ കൊണ്ടു നടന്നു. തനിക്ക് അമ്മ വഴി ലഭിച്ച തകരപ്പെട്ടിയിൽ അതൊരു നിക്ഷേപമായി കിടന്നു. നരേന്ദ്രൻ ചിന്തിക്കുകയാണ്, തനിക്ക് അച്ഛനുണ്ട് എന്നുള്ളതിൻ്റെ ഏക തെളിവ് പണ്ടെന്നോ അമ്മയും അച്ഛനും കൂടി ഒരു പൂന്തോട്ടത്തിൽ വെച്ചെടുത്ത ഫോട്ടോയാണ്. എങ്ങനെയാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. രണ്ടുപേരും തികച്ചും വ്യത്യസ്തമായ ദേശങ്ങളിൽ നിന്നുള്ളവരാണ്. ഏതായാലും 5 വയസ്സ് മുതൽ അച്ഛനെക്കുറിച്ച് അവൻ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. താൻ ജനിച്ചത് മുതൽ അമ്മ ദുഃഖിതയാണ്, എന്നാൽ അച്ഛനോടുള്ള സമയത്ത് അമ്മ സന്തോഷവതിയായിരുന്നു എന്നാണ് ആ ഫോട്ടോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അച്ഛൻ ഗൗരവക്കാരനാണെന്ന് ആ ഫോട്ടോയിൽ നിന്നാണ് കുട്ടിയായ നരേന്ദ്രൻ മനസ്സിലാക്കിയിരുന്നത്. ക്ലീൻ ഷേവ് ചെയ്ത മുഖത്ത് പൗരുഷം മുറ്റി നിന്നിരുന്നു. ആ ഫോട്ടോ നരേന്ദ്രൻ തൻ്റെ തകരപ്പെട്ടിയിൽ, അമ്മ നൽകിയിരുന്ന ആ തകരപ്പെട്ടിയിൽ എന്നും സൂക്ഷിക്കുമായിരുന്നു. ഒരു നിധി പോലെ, ഒരു നിക്ഷേപം പോലെ എന്നും സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. അങ്ങനെ 5 വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ അമ്മയുടെ വാക്കുകളിലൂടെ അവൻ അച്ഛൻ്റെ ദേശത്തെക്കുറിച്ച് കേൾക്കുന്നു. കമ്പിളി ഉടുപ്പുകൾ തുന്നി ഉപജീവനം കഴിച്ചിരുന്ന ആ യുവതി കവയിത്രി കൂടിയായിരുന്നു എന്ന് കഥയിൽ നിന്ന് മനസ്സിലാക്കാം. അവർ നരേന്ദ്രൻ്റെ മനസ്സിൽ പതിപ്പിച്ച കേരളത്തിൻ്റെ ചിത്രമാണ് കഥയിലെ പ്രധാന ഘടകം. അതുകൊണ്ടാണ് കഥയുടെ ആരംഭത്തു തന്നെ ദേശവർണ്ണന നൽകിയിരിക്കുന്നത്. അച്ഛനെയും അച്ഛൻ്റെ നാടിനെയും കുറിച്ച് അമ്മ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൻ്റെ ചുമരിൽ കോറിയിട്ട നരേന്ദ്രൻ 23 വർഷം പിന്നിടുമ്പോൾ ഓർമ്മയുടെ പിൻബലത്തിൽ അച്ഛനെയും അച്ഛൻ്റെ ദേശത്തെയും അന്വേഷിച്ചിറങ്ങുകയാണ്. അച്ഛനെ ഒരു നോക്കെങ്കിലും കാണുക എന്നതുപോലെ പ്രധാനമാണ് അമ്മയുടെ വർണ്ണനകളിലൂടെ താൻ ഹൃദിസ്ഥമാക്കിയ അച്ഛൻ്റെ ദേശം കാണുക എന്നതും. തുടർന്ന് വായിക്കാം. കാലമേറെ ചെന്നിട്ടും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത കഥാപാത്രങ്ങൾ. അച്ഛനും അമ്മയും തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്നവൻ വിശ്വസിച്ചു. അച്ഛനോട് തെല്ലുവെറുപ്പും അമ്മയോട് അളവറ്റ വാത്സല്യവുമായിരുന്നു. എവിടെ തൊഴിൽ തേടി അലയുമ്പോഴും നരേന്ദ്രൻ അവൻ്റെ അമ്മയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കുമായിരുന്നു. അവൻ തൻ്റെ ദീർഘയാത്രക്കിടയിലും അമ്മയെപ്പറ്റി ഓർക്കാറുണ്ട്. സാധുവായ തൻ്റെ അമ്മയെ പറഞ്ഞു പറ്റിച്ച് ഒരക്ഷരം ഉരിയാടാതെ ഒളിച്ചോടിപ്പോയ മുഠാളനായ ആ പട്ടാളക്കാരനെ എന്നെങ്കിലും ഒരിക്കൽ എവിടെയെങ്കിലും വെച്ച് കാണാതിരിക്കുകയില്ല എന്ന വിശ്വാസം നരേന്ദ്രനിൽ വളർന്നുകൊണ്ടിരുന്നു. അമ്മ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ ട്രാൻസ്ഫർ വാങ്ങി എവിടേക്കോ സ്ഥലം മാറിപ്പോയ ഭീരു, സുബേദാർ KPS നായർ താൻ അറിയാതെ പല്ലിറുമ്മി പോകാറുണ്ട്. കാലം എത്ര ചെന്നിട്ടും ഒരിക്കലും മാഞ്ഞു പോകാത്ത കഥാപാത്രങ്ങളാണ്. അച്ഛനും അമ്മയും തൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. എങ്കിലും അച്ഛനോട്, ഒരിക്കലും കാണാത്ത അച്ഛനോട് വെറുപ്പും അമ്മയോട് വാത്സല്യവുമാണ്. വെറുപ്പിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. അത്രയും നിഷ്കളങ്കയായ
ഒരു ഗ്രാമത്തിൽ, നേപ്പാളിലെ ഒരു ഗ്രാമത്തിൽ കമ്പിളി ഉടുപ്പുകൾ വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന സാധുവായ ആ സ്ത്രീയെ പറഞ്ഞു പറ്റിച്ച് ഒരു സുപ്രഭാതത്തിൽ ഒന്നും ഉരിയാടാതെ നാട് വിട്ടുപോയ അച്ഛനോട് സ്വാഭാവികമായും നരേന്ദ്രൻ എന്ന മകന് വെറുപ്പും വിദ്വേഷവും തോന്നാം. അമ്മ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ ട്രാൻസ്ഫർ വാങ്ങി എവിടേക്കോ സ്ഥലം മാറിപ്പോയ ഭീരു പട്ടാളക്കാരൻ എന്ന ആ ഒരു സ്ഥാനത്തിനു തന്നെ കളങ്കം വരുത്തുന്ന രീതിയിലാണ് സുബേദാർ KPS നായർ അന്ന് പ്രവർത്തിച്ചത്. ഇങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ തന്നെ നരേന്ദ്രൻ അറിയാതെ പല്ലുറുമ്മി പോകാറുണ്ട്. KPS നായരെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെങ്കിലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ നരേന്ദ്രൻ ഒരുക്കമായിരുന്നില്ല. തനിക്ക് പിതൃത്വം നൽകിയ ആ മനുഷ്യൻ ഒരു വലിയ ആൾമാറാട്ടക്കാരനാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ മേൽവിലാസം കിട്ടിയാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. തനിക്കിപ്പോൾ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാനുള്ള കഴിവുണ്ട്. ഗൂർഖ വാച്ച്മാൻ ആണെങ്കിലും കഷ്ടിച്ച് ജീവിക്കാനുള്ള വക കിട്ടുന്നുണ്ട്. ആ മനുഷ്യനെ എന്നെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ തൻ്റെ അമ്മ അനുഭവിച്ച യാതനകളെപ്പറ്റി ഓർമ്മപ്പെടുത്തണം. എഴുത്തും വായനയും കഷ്ടിച്ച് മനസ്സിലാക്കിയതോടെ ജനിച്ച ഗ്രാമത്തിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടതാണ്. വിശാലമായ ഈ ലോകത്തിൻ്റെ ഏതു മൂലയിൽ നിന്നാണ് തനിക്ക് അഭയം ലഭിക്കുക? തൻ്റെ സർവസ്വവുമായിരുന്ന അമ്മയെ മറവു ചെയ്ത ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ നരേന്ദ്രൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ചളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ശവക്കൂനയിൽ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാൽപ്പാമരത്തിൻ്റെയും പാരിജാതത്തിൻ്റെയും ഇലകൾ കൂട്ടിക്കെട്ടിയുള്ള കമ്പുകൾ ഒടിച്ചുകുത്തിയപ്പോൾ തനിക്ക് അവസാനമായി ചെയ്യാനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുവെന്ന കൃതാർത്ഥത അനുഭവപ്പെട്ടു. വരും കാലങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. തൻ്റെ പ്രിയങ്കരനായ കാമുകൻ തന്നെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കി സംരക്ഷിക്കുമെന്ന വിശ്വാസക്കാരിയായിരുന്നു അമ്മ. ശുദ്ധഗതിക്കാരി. കഷ്ടിച്ച് ഏതാനും മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന ആത്മബന്ധത്തിൻ്റെ നിറപ്പകിട്ടാർന്ന ദിനങ്ങളുടെ മാധുര്യവും സ്മരണയും അമ്മയുടെ കവിളിൽ കണ്ണീരായി ഒട്ടി നിന്നു. അങ്ങനെ നരേന്ദ്രൻ ഒരു യാത്രയിലാണ്. അമ്മയുടെ മരണശേഷം അമ്മയ്ക്ക് വേണ്ട അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്തു തീർത്തു എന്ന കൃതാർത്ഥതയോടുകൂടി ആ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയാണ് നരേന്ദ്രൻ. എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും ഒരിക്കൽ തൻ്റെ അച്ഛനെ കണ്ടെത്തും അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് തൻ്റെ അമ്മ അനുഭവിച്ച യാതനകൾ, വേദനകൾ, ദുഃഖങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ താൻ അദ്ദേഹത്തോട് ചോദിക്കും എന്നാണ് പറയുന്നത്. വീണ്ടും അമ്മയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എത്ര ശുദ്ധഗതിക്കാരിയായിരുന്നു തൻ്റെ അമ്മ. തൻ്റെ മകനെയും തന്നെയും ജീവിതകാലം മുഴുവൻ പൊന്നുപോലെ നോക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ശുദ്ധഗതിക്കാരി. വളരെ കുറച്ചു മാസങ്ങൾ മാത്രമുള്ള അല്ലെങ്കിൽ മാത്രം നീണ്ടുനിന്ന ആത്മബന്ധത്തിൻ്റെ നിറപ്പകിട്ടാർന്നിട്ടുള്ള ഓർമ്മ ഇപ്പോൾ പക്ഷേ അവരുടെ കവിളിൽ കണ്ണീരായിട്ടാണ് ഒട്ടി നിന്നത്. അപ്പം ഇതൊക്കെ ഈ അമ്മ അനുഭവിച്ച ത്യാഗങ്ങളും അവരനുഭവിച്ച വേദനകളും ഒറ്റയ്ക്ക് മറ്റാരുടെയും സഹായമില്ലാതെ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ ഉള്ള ആ തത്രപ്പാടും ഇതൊക്കെ നരേന്ദ്രൻ കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം തൻ്റെ അച്ഛനെ കാണുമ്പോൾ ചോദിക്കണം എന്ന് അയാൾ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് അച്ഛനെ അന്വേഷിച്ചുള്ള യാത്രയ്ക്ക് തുടക്കമിടുന്നത്. എന്തുകൊണ്ടാണ് അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോയതെന്ന നരേന്ദ്രൻ്റെ ചോദ്യത്തിന് അമ്മയ്ക്ക് വ്യക്തമായ ഉത്തരമില്ലായിരുന്നു. അവർ പലപ്പോഴും മൗനിയും നിർവികാരിയുമായി. അച്ഛൻ തന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഏതോ ഒരു അജ്ഞാത ശാപത്താൽ മറക്കാനിടയായതാണെന്നും ധരിപ്പിക്കാൻ ചിലപ്പോൾ ശ്രമിച്ചിരുന്നു. അച്ഛൻ്റെ വരവ് പ്രതീക്ഷിച്ച് നരേന്ദ്രൻ അനേക നാളുകൾ തള്ളി നീക്കി. ഒടുവിലവന് അമ്മയുടെ വാക്കുകളിൽ വിശ്വാസമില്ലാതായി. ട്രക്കുകളിലും ജീപ്പുകളിലും കുത്തി നിറച്ച പട്ടാളക്കാരെ കയറ്റിയ വണ്ടികൾ നിരത്തിലൂടെ പാഞ്ഞു പോകുമ്പോൾ നരേന്ദ്രൻ നോക്കി നിൽക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ തൻ്റെ അച്ഛനും ഉണ്ടായിരിക്കാമെന്നവൻ കരുതിയിട്ടുണ്ടാവാം. ഒരു നാൾ തന്നെയും അമ്മയെയും ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി കൂടായികയില്ല അവൻ ആശ്വാസം കൊണ്ടു. അച്ഛൻ്റെ രൂപം ഇപ്പോൾ മാറിയിട്ടുണ്ടാകുമോ? തൻ്റെ അച്ഛൻ്റെ നിറം വെളുപ്പു കലർന്ന ചുവപ്പാണെന്ന് അമ്മ പറയാറുണ്ടായിരുന്നു. കറുകറുത്ത ചുരുണ്ട മുടി, തിളങ്ങുന്ന പൂച്ചക്കണ്ണുകൾ, കടുകിൻ്റെ ചെടിയുടെ മഞ്ഞപ്പൂക്കളും കുടകപ്പാലയുടെ വെളുത്ത പൂങ്കുലകളും മലങ്കാറ്റിന് സുഗന്ധമേകി. നേപ്പാളിലെ വിശുദ്ധ നദിയായ ഖണ്ഡ്കയിലെ സ്ഫടികക്കല്ലുകൾ പലതും ഋതുഭേദങ്ങൾക്കൊത്ത് സാളഗ്രാമങ്ങളായി രൂപാന്തരപ്പെട്ടു. കൃഷ്ണശിലകൾ നദീപ്രവാഹത്തിൽ അലിഞ്ഞ് ധാതുക്കളായി മാറി. കാലം കൊഴിച്ചിട്ട ഇലകൾ മണ്ണിനെ ഉർവരയാക്കി. ഭൂർജപത്രങ്ങൾ പെറുക്കിയെടുത്ത് കെട്ടുകളാക്കി
തലച്ചുമടേറ്റി ബദരിയിലും കേദാർനാഥിലും സന്ദർശനം നടത്തുന്ന തീർത്ഥാടകർക്ക് വിറ്റ് കാശാക്കി രോഗിണിയും ദുഃഖിതയുമായ പെറ്റമ്മയെ പോറ്റാൻ വേണ്ടി പാടുപെട്ട നാളുകൾ. മഞ്ഞും മഴയും വെയിലും വകവയ്ക്കാതെയുള്ള മലഞ്ചെരുവിലൂടെയുള്ള ഏകാന്തയാത്ര. നരേന്ദ്രന്റെ കണ്ണുകൾ ഈറനായി. തൻ്റെ പിതാവെന്ന് പറയുന്ന മനുഷ്യൻ ഒട്ടും തന്നെ മനസാക്ഷിയില്ലാത്തവനായിരുന്നു എന്ന തിരിച്ചറിവ് കാലം ചെല്ലുന്തോറും നരേന്ദ്രനിൽ വൈരാഗ്യവും വെറുപ്പും സൃഷ്ടിച്ചു. കണ്ടെത്തുന്നതുവരെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഒരിക്കലവൻ ബുദ്ധഗയ സന്ദർശിച്ചു. തഥാഗതന്റെ സന്നിധാനത്തിൽ ധ്യാന നിമഗ്നനായിരുന്നു. സുത്തങ്ങൾ സങ്കീർത്തനങ്ങളായി ആലപിക്കുന്ന ഭജനകളിൽ പങ്കെടുത്തു. ബുദ്ധവിഹാരം സന്ദർശിക്കുന്നവർക്ക് പുരോഹിതൻ ചിട്ടപ്പടി വെച്ചുപോരുന്ന നാൾവഴി പുസ്തകത്തിൻ്റെ ഏടുകളിൽ നിന്ന് പരതിയെടുത്ത് കൊടുക്കുന്ന ബോധിവൃക്ഷത്തിൻ്റെ ഉണങ്ങിയ ഇലകളിലൊന്ന് നരേന്ദ്രനും ലഭിച്ചു. ലാമയിൽ നിന്നും ഭക്ത്യാദര പുരസരം അവനത് ഏറ്റുവാങ്ങി കണ്ണിൽ സ്പർശിച്ചു. പ്രധാന പുരോഹിതൻ നാവൂറ് പാടി ഫലം പറഞ്ഞു. അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടെത്താതിരിക്കേയില്ല. അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക. അന്വേഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ശ്രമം ഉപേക്ഷിക്കരുത്. നരേന്ദ്രന് ബുദ്ധസന്യാസിയുടെ വാക്കുകൾ ദൈവത്തിൻ്റെ വചനമാണെന്ന് തോന്നിപ്പോയി. തഥാഗതൻ എന്നാൽ ബുദ്ധമുനി എന്നാണ് അർത്ഥം. പ്രയാണം, യാത്ര. ഭൂർജപത്രം എന്നാൽ ഹിമാലയം മുതലായ പർവ്വതങ്ങളിൽ കാണുന്ന പൂതണക്ക് എന്ന വൃക്ഷത്തിൻ്റെ ഇലയാണ്. പത്രം എന്നാൽ ഇല എന്നാണ് അർത്ഥം. സാളഗ്രാമം. സാളഗ്രാമം എന്നാൽ വിഷ്ണുവിൻ്റെ പ്രതിമയായി സങ്കല്പിച്ചുകൊണ്ട് പൂജിക്കുന്ന കല്ലാണ്. സുത്തം എന്നാൽ ബുദ്ധൻ്റെ ഉപദേശം. കുട്ടിക്കാലത്ത് നരേന്ദ്രനെ അമ്മ പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അച്ഛൻ അവരെ ഉപേക്ഷിച്ച് പോയത് എന്നതിന് വ്യക്തമായൊരു മറുപടി അമ്മ നൽകിയിരുന്നില്ല. എങ്കിലും എന്തോ ഒരു അജ്ഞാത ശാപത്താൽ അച്ഛൻ മറക്കാനിടയായതാണ് എന്നൊക്കെ ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. തീർച്ചയായും അച്ഛൻ തിരിച്ചു വരുമെന്നും അദ്ദേഹത്തിൻ്റെ ജന്മദേശത്തിലേക്ക് അവരെ കൊണ്ടുപോകുമെന്നൊക്കെ കുട്ടിക്കാലത്ത് നരേന്ദ്രൻ വിശ്വസിച്ചിരുന്നു. ഇങ്ങനെ ട്രക്കുകളിലും ജീപ്പുകളിലും ഒക്കെ പട്ടാളക്കാർ പോകുന്നത് കാണുമ്പോൾ അതിലെങ്ങാനും തൻ്റെ അച്ഛനുണ്ടോ എന്ന ആകാംക്ഷയോടെ കുട്ടിയായ നരേന്ദ്രൻ കാത്തിരുന്നു. പക്ഷെ കാലം പോകെ പോകെ അമ്മയുടെ വാക്കുകളെ അവൻ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ കാലങ്ങളേറെ കടന്നുപോയി. അമ്മ രോഗിയായി. രോഗിയും വൃദ്ധയുമായ അമ്മയെ പരിചരിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നരേന്ദ്രൻ. കാലങ്ങൾ പോകെ പോകെ പിതാവ് എന്ന് പറയുന്ന ആ മനുഷ്യനോട് വെറുപ്പും വിദ്വേഷവും നരേന്ദ്രന് കൂടിക്കൂടി വന്നു. അങ്ങനെ ഒരിക്കലാണ് അദ്ദേഹം ബുദ്ധഗയ സന്ദർശിക്കുന്നത്. അവിടെ വെച്ച് ഒരു പ്രധാന പുരോഹിതൻ ഫലം പറഞ്ഞു. അത് ഇങ്ങനെയായിരുന്നു: നീ അന്വേഷിക്കുന്നത് തീർച്ചയായും കണ്ടെത്തും. അന്വേഷണത്തിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. അത് ദൈവവചനമാണെന്ന് നരേന്ദ്രന് തോന്നിപ്പോയി. തുടർന്ന് വായിക്കാം. കുറിയ കണ്ണുകൾ മിഴിച്ച് മുണ്ടിത ശിരസ്കനായ സന്യാസിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. മുണ്ടിത ശിരസ്കൻ എന്നാൽ മുടിയില്ലാത്തവൻ, മൊട്ടയടിച്ചവൻ എന്നൊക്കെയാണ് അർത്ഥം. ബുദ്ധ സന്യാസിയുടെ ചുണ്ടുകൾ ആമന്ത്രിച്ചു. വിശദീകരണം എന്ന പോലെ. അന്വേഷിച്ചാലേ കണ്ടെത്തൂ. കണ്ടെത്തുന്ന നിമിഷം ആനന്ദാനുഭൂതി കൈവരുന്നു. അതാണ് മോക്ഷം. മുഴുവനും മനസ്സിലായില്ല. എങ്കിലും ചില വാക്കുകളിൽ സത്യത്തിൻ്റെ സ്ഫുരണങ്ങളുണ്ടെന്ന് തോന്നിപ്പിച്ചു. സത്യങ്ങൾ ഭാഗ്യങ്ങളാണ് മകനെ. പൂർണ്ണമായിട്ടൊന്നുമില്ല. പൂർണ്ണത കൈവരിക്കുന്നതാണ് സത്യം. ബോധിസത്വൻ സത്യം കണ്ടെത്തിയവനാണ്. അന്വേഷിച്ചു പോയപ്പോഴാണ് സത്യം കണ്ടെത്തിയത്. കുട്ടി, നിനക്കും സത്യം കണ്ടെത്താനാകും. തഥാഗതൻ എന്തെങ്കിലും മാർഗനിർദ്ദേശം തരാതിരിക്കില്ല. ഇവിടെ പ്രധാന പുരോഹിതൻ വീണ്ടും പറയുന്നു, സത്യങ്ങളൊക്കെ ഭാഗികമാണ്. പൂർണ്ണമായിട്ട് ഒന്നുമില്ല. പൂർണ്ണത കൈവരിക്കുന്നതാണ് സത്യം. ബോധിസത്വൻ എന്നാൽ ബുദ്ധനെയാണ് പറയുന്നത്. അദ്ദേഹം സത്യം കണ്ടെത്തിയവനാണ്. അന്വേഷിച്ചു പോയപ്പോഴാണ് സത്യം കണ്ടെത്തിയത്. അതുപോലെ നിനക്കും സത്യം കണ്ടെത്താനാകും. തഥാഗതൻ അതായത് ബുദ്ധസന്യാസി അതിനുള്ള മാർഗനിർദ്ദേശം തരാതിരിക്കില്ല എന്നിങ്ങനെ അവനെ ആശ്വസിപ്പിക്കുന്നു. നരേന്ദ്രൻ്റെ പൊള്ളുന്ന മനസ്സിൻ്റെ ഉള്ളറയിൽ തെല്ലുനേരം സാന്ത്വനത്തിൻ്റെ കുളിർക്കാറ്റ് വീശിയോ. മിനിഗൾഭായ മണപ്പുറത്തെ പുതുതായി രൂപം കൊണ്ട ഒരു കൊച്ചു ഗ്രാമത്തിൽ നരേന്ദ്രൻ എത്തിപ്പെട്ടത് തികച്ചും യാദൃശ്ചികമായിട്ടായിരുന്നു. ഒരു ഗൂർഖ വാച്ച്മാൻ്റെ ആവശ്യം കാണിച്ചുകൊണ്ടുള്ള അറിയിപ്പിനെ തുടർന്നാണ് ജോലിക്ക് അപേക്ഷിച്ചത്. നാട്ടിൽ രാത്രി സമയങ്ങളിൽ കളവുകൾ നടക്കുന്നു. സാമൂഹ്യദ്രോഹികൾ പച്ചപ്പകൽ പോലും സ്ത്രീകളെ അപമാനിക്കുവാൻ മുതിരുന്നു.
അതുകൊണ്ട് ഗ്രാമത്തിൻ്റെ സുരക്ഷിതത്വത്തിനായി വന്ന പുതിയ കാവലാളാണ് നരേന്ദ്രൻ. പല വീടുകളിലും നരേന്ദ്രൻ കയറിയിറങ്ങി. രാത്രി ഡ്യൂട്ടി. തെരുവുകളിൽ വലിയ ടോർച്ച് ലൈറ്റുമായി റോന്തു ചുറ്റി. അവനെ ആ ഗ്രാമവാസികൾ എന്തുകൊണ്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടു. വിനയത്തോടെയുള്ള പെരുമാറ്റം, ആത്മാർത്ഥതയോടെ ചെയ്യുന്ന പ്രവൃത്തി, മിടുക്കൻ, സത്യസന്ധൻ. ഗ്രാമീണർ അവനെ പുകഴ്ത്താൻ മറന്നില്ല. നരേന്ദ്രൻ പഞ്ചായത്തിലെ വാർഡ് നമ്പർ 9 255 വീട് നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കാനിടയായി. അവിടുത്തെ ഗൃഹനാഥനുമായെന്തോ പൂർവ്വബന്ധമുള്ളതുപോലെ. ആരും തരാത്ത മാസവരി കിട്ടുന്ന ഒരേ ഒരു വീട്. വീട്ടുചുമരിൽ ഘടിപ്പിച്ച കോളിംഗ് ബെല്ലിൽ ബലമായി വിരലമർത്തി. പതിവില്ലാത്ത മുഴക്കത്തിൽ തുടർച്ചയായി ബെല്ലടി കേട്ടപ്പോൾ വീട്ടമ്മ വാതിൽ തുറന്നു. ഗൂർഖ വാച്ച്മാൻ നരേന്ദ്രനാണ്. മാസവരിക്ക് വേണ്ടി നേരത്തെ വന്നതാവും. ജന്മനാട്ടിൽ പോകുവാൻ ഉദ്ദേശിക്കുന്നുണ്ടാവണം. പുറത്തേക്ക് വന്നത് ഗൃഹനാഥനായിരുന്നു. നരേന്ദ്രൻ ആ മനുഷ്യനെ നാളിതുവരെ കാണാത്ത മട്ടിൽ തുറിച്ചു നോക്കി. ആളെ പിടികിട്ടി. എന്തു പറയണമെന്നറിയാതെ തരിച്ചു. തെല്ലിട കിതച്ചു. വയസ്സനായ ആ റിട്ടയർഡ് സുബേദാർ സാഹിബിനെ ഭവ്യമായി സലാം ചെയ്തുകൊണ്ടവൻ പടിയിറങ്ങി. വിയർപ്പിൽ കുളിച്ച നരേന്ദ്രൻ നീണ്ടുകിടക്കുന്ന മണൽപാതയിൽ ചെന്നുകയറി വീണ്ടും വലിഞ്ഞു നടന്നു. ബസ് സ്റ്റോപ്പിലേക്ക് എത്തിച്ചേരാൻ സമയം വൈകിയിരിക്കുന്നു. ഇരുൾ മൂടിയ സന്ധ്യ മുരിങ്ങാമരത്തോപ്പുകളെയും പുന്നമരക്കൂട്ടങ്ങളെയും തന്നിൽ നിന്ന് അകറ്റുകയാണെന്ന ബോധം അവനെ അസ്വസ്ഥനാക്കി. അങ്ങനെ ഒടുവിൽ ആ കൊച്ചു ഗ്രാമത്തിൽ നരേന്ദ്രൻ എത്തുന്നു. അതോടുകൂടി അവൻ്റെ അന്വേഷണം, അവൻ എന്താണോ അന്വേഷിച്ചത്, ആരെയാണോ അന്വേഷിച്ചത്, ആ അന്വേഷണം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒരു ഗൂർഖ വാച്ച്മാൻ്റെ ജോലി ചെയ്യുന്നു. ആ നാട്ടുകാർക്കൊക്കെ അവനെ എന്തുകൊണ്ടോ കൂടുതൽ ഇഷ്ടമായി. കാരണം അവൻ്റെ വിനയത്തോടെയുള്ള പെരുമാറ്റം, ആത്മാർത്ഥതയോടെയുള്ള പ്രവൃത്തി, സത്യസന്ധൻ. ഇങ്ങനെ അന്യദേശക്കാരനാണെങ്കിലും ആ യുവാവിനോട് ആ നാട്ടുകാർക്ക് വളരെയധികം ഇഷ്ടം തോന്നി. നരേന്ദ്രനാകട്ടെ ആ ഗ്രാമത്തിലെ ഒരു വീട്, അതായത് 255 വീട് പ്രത്യേകം ശ്രദ്ധിച്ചു. അവിടെയുള്ള ഗൃഹനാഥനുമായിട്ട് എന്തോ ഒരു പൂർവ്വബന്ധമുള്ളതുപോലെ. അങ്ങനെയാണ് ആ വീട്ടിലേക്ക് അയാൾ കയറി ചെല്ലുന്നത്. കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. ആ വീട്ടിൽ നിന്ന് മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ മാസവരി, അതായത് കൂടുതൽ കാശ് ഈ ഗൂർഖയ്ക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ വാതിൽ തുറന്നത് വീട്ടമ്മയാണ്. വീട്ടമ്മ മനസ്സിലാക്കിയത് നരേന്ദ്രനാണെന്ന്. മാസവരി നേരത്തെ വാങ്ങിക്കാൻ വന്നതായിരിക്കണം. ഒരുപക്ഷെ അദ്ദേഹം നേപ്പാളിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടാവണം. അതുകൊണ്ട് മാസവരി നേരത്തെ വാങ്ങിക്കാൻ വന്നതായിരിക്കണം എന്നിങ്ങനെ ചിന്തിക്കുന്നു. പിന്നീട് പുറത്തേക്ക് വന്നത് ഗൃഹനാഥനായിരുന്നു. അയാളെ കണ്ടപ്പോഴാണ് നരേന്ദ്രൻ അദ്ദേഹത്തെ കാണാത്ത മട്ടിൽ ഇങ്ങനെ തുറിച്ചു നോക്കി. ആരാണ് എന്ന് മനസ്സിലായി. അത് തൻ്റെ അച്ഛനാണ്. അമ്മയുടെയും അച്ഛൻ്റെയും ഫോട്ടോ നിധി പോലെ നരേന്ദ്രൻ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആളെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ എന്തു പറയണമെന്നറിയാതെ ധരിച്ചു. തെല്ലിട കിതച്ചു. ഒന്നും പറയാതെ ആ റിട്ടയർഡ് സുബേദാർ സാഹിബിനെ ഒന്ന് സലാം വെച്ചുകൊണ്ട് പടിയിറങ്ങി. ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടെങ്കിലും തൻ്റെ അച്ഛനെ നേരിട്ട് കണ്ടപ്പോൾ ആ വെറുപ്പും വിദ്വേഷവുമൊക്കെ അലിഞ്ഞില്ലാതായി എന്ന് വേണം പറയാൻ. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ആ കുടുംബത്തെ, അച്ഛനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉൾപ്പെടുന്ന ആ കുടുംബത്തിൻ്റെ സ്വസ്ഥത നശിപ്പിക്കേണ്ടല്ലോ എന്നുകൂടി കരുതിയിട്ടാവണം അവൻ അവിടെ നിന്ന് പടിയിറങ്ങിയത്. അതല്ലെങ്കിൽ അവന് ബഹളം വയ്ക്കാമായിരുന്നു. തൻ്റെ അച്ഛനാണെന്ന് വാദിക്കാമായിരുന്നു. തെളിവിനായി താൻ കൊണ്ടു നടക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ എടുത്ത് കാണിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും കാണിക്കാതെ അച്ഛനെ കണ്ടതിലുള്ള ചാരിതാർത്ഥ്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് എന്നല്ല, ആ ഗ്രാമത്തിൽ നിന്ന് തന്നെ തിരിച്ചു പോവുകയാണ് എന്നൊരു സൂചനയാണ് അവസാന വരികളിൽ കാണാൻ കഴിയുന്നത്. 2 വ്യത്യസ്ത ദേശത്തിൻ്റെ മുദ്രയുള്ള മാതാപിതാക്കളുടെ സന്തതി എന്ന നിലയിൽ നരേന്ദ്രൻ്റെ ദേശാനുഭവത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. നരേന്ദ്രൻ്റെ ദുരിതങ്ങൾ നിറഞ്ഞ ജീവിതത്തിലെ വൈകാരികതയെ ദേശാനുഭവമായി ബന്ധിപ്പിക്കുന്നു എന്നതാണ് ഈ കഥയുടെ പ്രത്യേകത. നരേന്ദ്രൻ്റെ ദേശാനുഭവം സങ്കീർണമാണ്. അയാൾ ജനിച്ചു വളർന്ന ദേശം അയാൾക്ക് നൽകിയ അനുഭവങ്ങൾ ഒരു വശത്ത്, അതേസമയം അയാൾ കാണാൻ ആഗ്രഹിച്ച ഓർമ്മയിലെ ദേശം മറുവശത്ത്. ഓർമ്മകൾ മകനു പകർന്നു നൽകിയ അമ്മയാകട്ടെ ആ ദേശം ഒരിക്കലും കണ്ടിട്ടുമില്ല എന്നതും ശ്രദ്ധേയമാണ്. മുരിങ്ങാമരത്തോപ്പിലെ ദേശാനുഭവം സങ്കീർണമാകുന്നത് ഇങ്ങനെയാണ്. ദേശം കേവലം ഭൗതികമായ അനുഭവം മാത്രമല്ലെന്നും
കേട്ട അറിവുകളും ഓർമ്മകളും ഭാവനയും കൂടിക്കലർന്ന വൈകാരിക അനുഭവം കൂടിയാണെന്നും ഈ കഥ വ്യക്തമാക്കുന്നു. കഥ ഏവരും ആസ്വദിച്ച് കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.